അപ്ഡേറ്റ് ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ സിലബസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഏതൊക്കെ സബ്ജക്റ്റിൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒക്ടോബർ കഴിയാനായിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് 2 മാസം ഒന്നും തികച്ചില്ല. ഡിസംബർ 11 നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓണം എക്സാമിൻ്റെ ഡേറ്റും സിലബസും പഠിക്കാനുള്ള ദിവസങ്ങളും എല്ലാം കൃത്യമായിട്ട് കിട്ടിയിട്ട് കൂടി പലർക്കും ഓണം എക്സാം നല്ല രീതിക്ക് എഴുതാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസും കൂടിയിട്ടുണ്ട്. ഓണപരീക്ഷയ്ക്ക് ചോദിച്ചതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇനി നമുക്ക് അധികം ദിവസങ്ങളും ഇല്ല. അപ്പോൾ ഇനിയെങ്കിലും പ്രോപ്പറായിട്ട് പ്ലാനോട് കൂടി പഠിച്ച് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് ഈ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ബാച്ചിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നവംബർ പകുതിയോടുകൂടി തന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ എല്ലാ സിലബസും കവർ ചെയ്തിട്ട് റിവിഷന് വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളിതാ ഇപ്പോഴും മക്കളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഒരു ദീപാവലി ഓഫർ ഉണ്ട്. ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഫീസൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1499 റുപ്പീസിന് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. അപ്പോൾ പ്രോപ്പറായിട്ട് സിലബസ് തീർക്കുക, പെട്ടെന്ന് തന്നെ സിലബസ് പഠിച്ച് തീർക്കുക, അതിനുശേഷം റിവിഷൻ നടത്തുക. അതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള സമയം. ഇനി ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് ഓണ പരീക്ഷയ്ക്ക് ഇത്രയും പാഠങ്ങളുണ്ടായിരുന്നു. ആംഗിൾസ്, വൺ ഫ്രാക്ഷൻ, മിനി ഫോംസ്, വോളിയം, അരിത്തമെറ്റിക് ഓഫ് പാർട്സ്, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഡെസിമൽ ഫോംസ്, ദശാംശ രൂപങ്ങൾ, മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ്, ഗുണിതങ്ങളും ഘടകങ്ങളും, മണി മാത്ത്, അൺചേഞ്ചിങ് റിലേഷൻസ്, ലൈൻസ് ആൻഡ് ആംഗിൾസ്. ലൈൻസ് ആൻഡ് ആംഗിൾസിൽ നിന്ന് കുറച്ച് ഭാഗം എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ സ്കീം ഓഫ് വർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് മക്കളെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അധ്യയന വർഷം തുടങ്ങിയപ്പോൾ തന്നെ സ്കീം ഓഫ് വർക്ക് പുറത്തുവിടും. അതായത് ഓരോ മാസത്തിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് തീർക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം ടീച്ചേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു സിലബസ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഇത്രയും ചാപ്റ്റേഴ്സ്, നിങ്ങൾക്കൊരു 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓണം എക്സാമിന്. ഇനി നിങ്ങൾക്ക് ഇതാ 1, 2, 3, 4, 5, 6 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരുന്നത്. അപ്പോൾ നോക്ക്, ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചോദ്യം വരും. ഇതിന്ന് ഈ ഒരു പോർഷനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുന്നത് പഴയ പാഠങ്ങൾ അവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസ് പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഭാഗം പഠിക്കുക. കാരണം ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരിക നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നിന്നായിരിക്കും. പക്ഷേ ഓണം എക്സാമിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരും. പക്ഷേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസിന്. ഇനി അടുത്തത് ബേസിക് സയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 ചാപ്റ്റർ, ഫുഡ് ഫോർ ഹെൽത്ത്, മാർബൽ ഓഫ് ദ മാഗ്നറ്റിക് റിയം, ലെറ്റ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓണം എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത 3 ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ്, ടൈനി ചേമ്പേഴ്സ് ഓഫ് ലൈഫ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയും 6 ചാപ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. അങ്ങനെ തന്നെ വെച്ച് പഠിക്കണം. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം ഈ 3ലേക്ക് പോകുക. ഓക്കെ, ഇനി അടുത്തത് ഏതാണ് മക്കളെ? ഹിന്ദി. ഇതാ നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇനി ഇതാ 4 മീട്ട, സന്തര, ചലേം, മിലേ, സബ്കോ, ഇച്ചു ഔർ ബിനിയ. ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല, അങ്ങനെയാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു പോർഷൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗം ജനുവരി മാസത്തിലേക്കാണ് സ്കീം ഓഫ് വർക്കിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാകും, പക്ഷെ നമുക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല. ഇതും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് സോഷ്യൽ സയൻസിലേക്ക് വരികയാണെങ്കിൽ ഈ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരുന്നു. ഇനി അടുത്ത 3 സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും, കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്, ഭൂഖണ്ഡങ്ങളിലൂടെ. ഇനി ഒരു 1-2 ചാപ്റ്റർ കൂടി എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അത് എഴുതാത്തത് എന്താണെന്ന് വെച്ചാൽ പാർട്ട് 2ൻ്റെ ടെക്സ്റ്റ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ ആ ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു 1-2 ചാപ്റ്റർ കൂടി നിങ്ങൾക്ക് സോഷ്യൽ സയൻസിന് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയധികം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സോഷ്യലിൽ പഠിക്കാനുണ്ട്. ഇനി അടുത്ത മലയാളം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സെപ്റ്റംബർ ഏകദേശം ഇവിടം വരെ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളത് അതിജീവനത്തിൻ്റെ തുടക്കം, ഒരു സ്വപ്നമുണ്ടായിരുന്നു, ശാസ്ത്രം മുന്നേറുന്നു, ആദ്യത്തെ പറക്കൽ, പന്തങ്ങൾ. ഇത്രയും പാഠങ്ങൾ കൂടി മലയാളം ഫസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. മലയാളം സെക്കൻഡിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ തൊട്ട് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ വരയും വരിയും, മീനും ഞാനും, പിന്നെ ഈ 4 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എന്തുള്ളത് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഈ ഭാഗങ്ങൾ കൂടി, പക്ഷേ ഈ ഭാഗത്തുനിന്നും നമുക്ക് ചോദ്യം വരും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയധികം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്താണ് മക്കളെ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന്, ഓണം എക്സാമിൻ്റെ പാഠങ്ങളും ഉണ്ട്, ക്രിസ്മസ് എക്സാമിൻ്റെ പാഠങ്ങളും ഉണ്ട്. അതൊക്കെ പുതിയ പാഠങ്ങളുമാണ്. ഇപ്പോൾ ഓണപരീക്ഷൻ്റെ പാഠങ്ങൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി, പഠിച്ചു പോയതാണെന്നെങ്കിൽ വെക്കാം. പക്ഷേ ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളതുമാണ്, കണ്ടന്റ് കൂടുതലുമാണ്, കുറച്ച് ടഫുമാണ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒട്ടും ദിവസം ഇല്ലെന്ന് തന്നെ പറയാം. ഒക്ടോബർ കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾ കൂട്ടിക്കോ, നവംബർ മാസം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പരീക്ഷേൻ്റെ തലേന്ന് വരെ നിങ്ങൾ പോർഷൻസ് പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പഠിച്ച കാര്യം മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് റിവിഷൻ മസ്റ്റാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ.
ക്രിസ്മസ് എക്സാം നമ്മുടെ ഓണം എക്സാം പോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും നല്ല ബുദ്ധിമുട്ടാവാൻ പോവുകയാണ്. സോ ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളാം. ഇപ്പോൾ മക്കൾ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാം. പ്രോപ്പറായിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. മോഡൽ എക്സാമുകളായാലും വർക്ക്ഷീറ്റുകളായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മുടെ ബാച്ചിലുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എവിടം വരെ പഠിച്ചു എത്തി, ഏതൊക്കെ ചാപ്റ്റേഴ്സ് എത്തി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമൻസിലൂടെ അറിയിക്കുക.